ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ഇന്ന് 1-ാം തീയതിയാണ്, നാളെയാണ് 2-ാം തീയതി. 2-ാം തീയതി നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ മിഷൻ 90യുടെ ഭാഗമായിട്ട് ലാസ്റ്റ് പാർട്ടാണ്. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അടുത്ത ആളുകളുടെ ഡൗട്ട്, സർ ഞങ്ങളുടെ കയ്യിൽ കോഡ് ബിയോ കോഡ് സിയോ കോഡ് ഡിയോ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലോട്ട് പോവുക. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് നടക്കുന്നത്. അപ്പൊ എന്തൊക്കെ പാർട്ട് സർ കഴിഞ്ഞിട്ടുണ്ട്? LDC കഴിഞ്ഞ ഉടനെ 2024 കഴിഞ്ഞ ഉടനെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടി ചേർത്തതിന് ശേഷം അത് ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ, സാർ LDC കഴിഞ്ഞ ഉടനെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സമ്മതിച്ചു. 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രാറ്റജി എന്താണോ അത് തന്നെയാണ് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ത് ചെയ്യേണ്ടായിരുന്നത്, ഫോളോ ചെയ്യേണ്ടായിരുന്നത്. ഒരു ചെറിയ ചെറിയ ടോപ്പിക്സിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ സമയം എന്ന് പറയുന്നത് 2 മണിയായിരിക്കും. ആ 2 മണി തൊട്ട് ബാക്കിയുള്ള ടൈമിൽ എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം അല്ലേ? അപ്പോൾ ഒരു 1.5 മണിക്കൂർ എക്സാം എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ആണല്ലോ? അതെ. അപ്പോൾ ഇത് കേൾക്കുന്നവർ, സർ ഈ എക്സാം മോർണിംഗിലുള്ള എക്സാം ആണെങ്കിലോ എങ്ങനെയാണെങ്കിലും 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ. ഇത്രയും കാര്യം അല്ലേ? അതെ. അപ്പോൾ എൻ്റെ പേര് കിരൺ. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത കാര്യം, ഒരു ബേസിക് ആയ കാര്യങ്ങൾ. 2024 LDC പരീക്ഷയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അല്ലേ? അതിന് കാരണം എന്ന് പറയുന്നത് 10ാം ക്ലാസ് മെയിൻ പരീക്ഷയും അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസ് എന്താണ്, ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ പഠിച്ചത് KPSM മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ KPSM മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, കിരൺസ് PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഈ മെത്തേഡിൽ നമ്മൾ മുഴുവൻ സിലബസ് എന്ത് ചെയ്യില്ല, പഠിക്കുന്നതായിരിക്കില്ല. സിലബസ് അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിക്കുകയുള്ളൂ. അത് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ സിലബസ് പഠിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, തന്നിട്ടുണ്ടാവും. അപ്പോൾ മൊത്തം സിലബസ് നമ്മൾ കവർ ചെയ്യുമോ? ഇല്ല. നമ്മൾ PSCക്ക് പഠിക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതി ആയിട്ടല്ല. നമ്മൾ PSCക്ക് പഠിക്കാൻ പോകുന്നത് റോളിംഗ് പ്ലാൻ ആണ്. റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ, ഓരോരോ വർഷത്തെ പ്ലാൻ ആണ്. ഇനി റോളിംഗ് പ്ലാൻ മാത്രമല്ല, ഒരു 6 മന്ത്സിനുള്ളിൽ ഒരു PSC എക്സാമിൽ 90 മാർക്ക് വാങ്ങേണ്ട എല്ലാ സന്ദർഭവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം അല്ലേ? ഇത്രയും കാര്യം ആണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എക്സാമിന് 3 മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ മൊത്തം ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. 1 മന്ത് റിവിഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1.5 മണിക്കൂർ പരീക്ഷ നമ്മൾ എങ്ങനെ എഴുതാം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം അല്ലേ? അപ്പോൾ ഇത് സ്ഥിരമായി കാണുന്ന ആളുകൾ, സാർ എന്തിനാ ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട്, ആരെങ്കിലും പുതിയതായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങൾ പറയേണ്ടത് ഒരു അത്യാവശ്യമായ സംഭവമാണ്. ഒരു PSCക്ക് 2 മെയിൻ ടൈപ്പിലുള്ളതും 6 ടൈപ്പിലുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2025 കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫാക്ട്. അതായത് ഇപ്പോ ശ്രീനാരായണ ഗുരു എപ്പോഴാണ് അരുവിപ്പുറത്ത് എന്ത് ചെയ്തത്, പ്രതിഷ്ഠ ഉണ്ടാക്കിയത്, അതാണ് ഫാക്ട്. ആ ഫാക്ടിൽ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. മാച്ച് ദ ഫോളോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരുംപടി ചേർക്കുക. ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നിട്ടുണ്ടാവും. ആ സംഭവങ്ങളെ അവരുടെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അപ്പൊ ഫാക്ട് എന്ന് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ ഈ 3 ടൈപ്പിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതുകയാണെങ്കിൽ അതിൽ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും, രണ്ടാമത്തെ അസേർഷൻ റീസൺ, മൂന്നാമത്തെ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ 6 ടൈപ്പിന്റെ ഉള്ളിലാണ് ഇപ്പൊ PSC എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്കിന്റെ നേരെയായിട്ട് നമ്മൾ ഫാക്ട് എന്ന് എഴുതുകയാണെങ്കിൽ ബേസിക് ആയ കാര്യം, അടിസ്ഥാന വിവരങ്ങളും PYQ മാത്രം നമ്മൾ പഠിക്കുകയുള്ളൂ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, നമ്മൾ ഫാക്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ
അതൊന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു എന്ന് വിചാരിക്കൂ, എങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി തെറ്റിയില്ലേ? ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി ശരിയാവണമെങ്കിൽ നിങ്ങൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അതായത് ബേസിക് ആയ കാര്യങ്ങളും PYQ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തന്നെ കാണണം? ഫാക്ട് തന്നെ കാണേണ്ടതായിരിക്കും. ഓക്കെ, അല്ല ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയി പഠിക്കണം. അപ്പൊ PSCക്ക് നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ട കാര്യമില്ലേ? ഉണ്ട്. ഓക്കെ, പക്ഷേ എല്ലാ ടോപ്പിക്കും ആഴത്തിൽ പഠിക്കാൻ പോയാൽ നമുക്ക് എന്ത് ചെയ്യില്ല? എല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന ഭാഗമെല്ലാം ആഴത്തിൽ കവർ ചെയ്യാൻ പോയാൽ എന്ത് ചെയ്യില്ല? നടക്കില്ല. നമുക്ക് വേണ്ടത് അടുത്ത എക്സാം. ഓക്കെ, അടുത്ത എക്സാം ഏതാണോ അത് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലാതെ 3 വർഷം കൊണ്ട് പതുക്കെ പതുക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ള പരിപാടി നമ്മുടെ അടുത്തില്ല. ഇത്രയും കാര്യമൊക്കെയാണല്ലേ? അതെ. അതിന്റെ സോഴ്സ് നമ്മൾ എന്ത് ഉണ്ടാവും? തന്നിട്ടുണ്ടാവും. അത് SCERT ആണോ, ഗവൺമെന്റ് വെബ്സൈറ്റിൽ ആണോ പഠിക്കേണ്ടത്? ഓക്കെ, അല്ല NCERT ആണോ, അല്ല എന്താ പറയാ തമിഴ്നാട് ബുക്കാണോ, NIOS ആണോ, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, എൻവയോൺമെന്റ് പാർട്ട് എവിടെ നിന്നാണ് എന്നെല്ലാം നമ്മൾ തന്നിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ മൊത്തം ഡീറ്റെയിൽ ആയി പഠിക്കാനൊന്നും നടക്കില്ല. ഓക്കെ അല്ലേ? ഒരു പേപ്പർ കോഡ് A പ്രകാരമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുക. എന്തിനാണ് കോഡ് A പ്രകാരം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയാ എന്താ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ അടക്കം നമ്മൾ പറയുന്ന പോലെ എന്ത് ചെയ്യണം? വരണം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? അതെ. ഇതിന്റെ ബെനിഫിറ്റ് എന്താ? സാർ ഞങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല. ഇപ്പൊ ഇഷ്ടം പോലെ സമയമായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും നഷ്ടമാവില്ല. അതായത് ഇപ്പൊ എക്സാം ഹോളിൽ പോയിട്ട് സാർ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല, ഇന്ന ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റിയില്ല, ചില പ്രത്യേക ഭാഗങ്ങൾ എന്ത് ചെയ്തു കവർ ചെയ്യാൻ പറ്റിയില്ല, ഓടിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു പ്രശ്നമായി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ അല്ലേ? അതിലൂടെ കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സാർ ഇത്രയും പ്രാവശ്യം കോഡ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഓക്കെ, കോഡയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാണ് നമ്പർ കറക്റ്റ് ആയിട്ട് വരിക. ബാക്കിയുള്ളതിൽ എന്താ ഉണ്ടാവും? നമ്പർ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ സെഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് LDCക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം ഇതേ പാറ്റേൺ അനുസരിച്ച് നമ്മൾ LDCക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് PSC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. കാര്യം നമ്പർ 1, ഓക്കെ, ഹാർഡ് വർക്ക്. അത് നിങ്ങൾ തന്നെ ചെയ്യണം. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ വരില്ല. കാര്യം നമ്പർ 2, സ്മാർട്ട് വർക്ക്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്ട്രാറ്റജി പ്രകാരം ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. മൂന്നാമത്തെ കാര്യം ലക്ക്. 2 പാറ്റേണിലല്ലേ എക്സാം ഉള്ളത്? അല്ല സോറി, 2 സ്റ്റേജിലല്ലേ എക്സാം ഉള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ? അതിൽ ഒരു സ്റ്റേജ് ടഫും ഒരു സ്റ്റേജ് ഈസി ആയ എന്താ ചെയ്യുക? ഓക്കെ, ഈസി ആയ ഭാഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്താ പറയാ, നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലേ? സാർ സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റുകളാണ് എന്നാൽ ഞാൻ സമ്മതിച്ചു. ഓക്കെ, മൊത്തത്തിൽ ഞാൻ പറയാണ്, ഒരു പോസ്റ്റിനാണ് ഉള്ളത് എങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ എന്താ ഒരു പോസ്റ്റ് ഭയങ്കര ടഫാണ്. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ കാര്യങ്ങൾ പോയിട്ടില്ല. ഓക്കെ, അതായത് ടഫ് എക്സാം ആണ്. ഒരു എക്സാം ഭയങ്കര ഈസിയാണ്. അപ്പൊ ഒരാൾക്ക് കുറച്ചുകൂടി ബെറ്ററും ഒരാൾക്ക് കുറച്ചുകൂടി ടഫും ആവുന്ന സിറ്റുവേഷനില്ലേ? ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനുകൾ കാണുന്നില്ലേ? ഇനി എന്റെ ചോദ്യം, നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണ് എങ്കിലും PSC അത് ക്യാൻസൽ ചെയ്താലോ? അങ്ങനെ നടക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ, ഇനി ഒന്നും പറയാതെ അവർ ക്യാൻസൽ ചെയ്താലോ? നടക്കും. 10ഉം 16ഉം ക്വസ്റ്റ്യൻസ് അവർ ക്യാൻസൽ ചെയ്താലോ? നടക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരേണ്ട ആൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സപ്ലി ലിസ്റ്റിൽ പോകും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലക്കിനെ സംബന്ധിച്ചിരിക്കും. കറക്റ്റ് ആണല്ലോ? ഓക്കെ, ഈ 3 കാര്യങ്ങളും എപ്പോഴാണോ നിങ്ങളുടെ കൂടെ വരുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? ജോലി ഉണ്ടാവും. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ പേപ്പർ കിട്ടി. 2 മണിയാണ് ഞാൻ സമയം എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ 2 o'clock മുതൽ 15 മിനിറ്റ് എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അടുത്ത മൈൻഡിലേക്ക് വരാൻ പോകുന്നത്, സാർ ക്ലോക്ക് ഇല്ല, എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്ത് ചെയ്യാം? പറയാ. 2 മണി മുതൽ 2:15 വരെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ്. കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേജ് നമ്മൾ മാക്സിമം ക്വസ്റ്റൻസ് എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പോകുന്ന ഭാഗമാണ് ഇംഗ്ലീഷിലെ സെക്ഷൻ ആയിട്ടുള്ള വൊക്കാബുലറി എന്നുള്ള ഭാഗമാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് 86 to 90 എന്നുണ്ടാവും ക്വസ്റ്റ്യൻ കാണും. അവിടെ 5 മാർക്കാണ് നമുക്ക് ഉണ്ടാവുക വൊക്കാബുലറിയിൽ നിന്ന്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആന്റോണിം അല്ലെങ്കിൽ സിനോണിം, ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് സ്പെല്ലിംഗ്, ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു ക്വസ്റ്റ്യൻ കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ ഫ്രേസർ വെർബ്, ഇഡിയംസ്, ജെൻഡർ. ഇതായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ സോഴ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും പഠിക്കുകയല്ല, SCERTയിലും PYQയിലുമുള്ള എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ വേർഡ്സ് എടുത്ത് പഠിക്കുകയാണ്. ഓക്കെ, ഈ ഭാഗത്തേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അറിയും അല്ലെങ്കിൽ അറിയില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അറിയുമെങ്കിൽ
ടിക്ക് ചെയ്യുന്നതായിരിക്കും, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വിടുന്നതായിരിക്കും. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആലോചിക്കാനൊന്നുമില്ല, സമയമില്ല, സമയം വേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് വെക്കും. അപ്പൊ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. പെട്ടെന്ന് നമ്മുടെ 5 മാർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, തീരുന്നതായിരിക്കും. ഇതാണ് വൊക്കാബുലറിയുള്ള സിലബസ്. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഓക്കെ, എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് ഇടുന്നതായിരിക്കും. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇതിലുള്ള മൊത്തം കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഡൺ. അടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതാണ് റീസണിങ് ക്വസ്റ്റ്യനിലേക്ക്. 76 to 80 ആണ് റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 5 മാർക്കാണ് റീസണിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു നമ്പർ ഓർ ലെറ്റർ സീരീസ് അല്ലെങ്കിൽ ലെറ്റർ സീരീസുമായി ബന്ധപ്പെട്ട ഒരു കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഒരു ക്ലോക്ക്, ഒരു കലണ്ടർ, ഒരു ബ്ലഡ് റിലേഷൻ, ഒരു ഓഡ് മാൻ ഔട്ട്, ഒരു മാത്സ് സയൻസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന എന്ന് പറഞ്ഞിട്ട് 5 മാർക്ക് കൊടുത്തിട്ട് ഇത്രയും ടോപ്പിക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ മക്കളെ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സിലബസ് കുറയ്ക്കുന്നില്ലേ? ഉണ്ട്. ഇതിനുള്ള ക്വസ്റ്റ്യൻ വരണോ? വരണം. ഇതിനുള്ള ക്വസ്റ്റ്യൻ വരുമോ? വരും. ഓക്കെ, എക്സാം നടക്കുന്നതിന് മുമ്പാണ് നമ്മളിതെല്ലാം പറയുന്നത്. അത് എക്സാം കഴിഞ്ഞതിന് ശേഷമാണോ? അല്ല, എക്സാം നടക്കുന്നതിന് മുമ്പാണ് നമ്മളിതെല്ലാം പറയാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ അടുത്തതിൽ ഈ 2 പാർട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ടത് സയൻസ് പാർട്ടിക്കാണ്. സയൻസ് പാർട്ടിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കാണാൻ പോകുന്നത് 34 to 50 ആയിരിക്കും. ഓക്കെ അല്ലേ? എന്താ സാർ ഇത്രയും 34 to 50 വലിയ നമ്പേഴ്സ് വരുന്നത്? കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും സയൻസുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി നമുക്ക് സയൻസിൽ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് 34 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കാണുക ബയോളജി ആയിരിക്കും. ഓക്കെ അല്ലേ? ആ ബയോളജിയിൽ നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. പഠിക്കുന്ന കാര്യം ഡീറ്റെയിൽ ആയി പഠിക്കും. ഒന്ന് ഹോർമോൺ, ഒന്ന് ലെൻസ്, ഒന്ന് ഹാർട്ട്, ഒന്ന് ഐ, ഒന്ന് ലിവർ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയി പഠിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് വൈറ്റമിൻസ് റിലേറ്റഡ് ആണ്. ഫാക്ട് ആണ് പഠിക്കുക. ഓക്കെ, ബേസിക് ആയ കാര്യങ്ങളെ പഠിക്കുകയുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. അടുത്ത ഡിസീസ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, ഫാക്ട് ആണ് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. എൻവയോൺമെന്റ് ഉണ്ടാവും, SCERT ബുക്കിന്റെ 20 പേജിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു കേരള ഹെൽത്ത് പ്രോഗ്രാം ഉണ്ടാവും, ഫാക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഈ ബയോളജി പോർഷനിൽ നമ്മൾ എത്ര കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഹ്യൂമൻ ബോഡി പാർട്ടും എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസും, ഇത്രയല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫാക്ട് പാർട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻസ് അവിടെ അതേപോലെ കാണണം കേട്ടോ. ഓക്കെ, ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, കാര്യമില്ല. ഓക്കെ, വളരെ കഷ്ടപ്പെട്ട് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് പോയിട്ട് അതിന് ഹെൽപ്പ് ഇല്ലെങ്കിലും ഒന്നുമില്ല, കാര്യമില്ല. സ്റ്റേറ്റ്മെന്റ് ഇതിൽ പഠിച്ചിട്ട് പോയിട്ട് അതിന് ഹെൽപ്പ് ഇല്ലെങ്കിലും കാര്യമില്ല. പറഞ്ഞത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വരണം. ഓക്കെ, അല്ലാതെ വെറുതെ ടോപ്പിക് മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കറണ്ട് അഫയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറണ്ട് അഫയർ റിലേറ്റഡ് ടു ബയോളജി. ഓക്കെ, ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും. ആ ക്വസ്റ്റിന്റെ താഴെ നിങ്ങൾക്ക് നോബൽ പ്രൈസ് റിലേറ്റഡ് ടു ബയോളജി കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസോ ഡേർട്ടിയർ സിറ്റീസോ കാണാൻ പറ്റുന്നതാണ്. ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് COP മീറ്റിംഗ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പുതിയ ഡിസീസസ്, കൊറോണ, ഇപ്പൊ പാലക്കാട് ജില്ലയിലൊക്കെ ആണെങ്കിൽ നിപ്പ വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ സെക്സ് റേഷ്യോ, വാക്സിനേഷൻ ഡീറ്റെയിൽസോ 2010 സെൻസസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു പുതിയ സ്പീഷീസ് കേരളത്തിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു നാഷണൽ പാർക്ക് ന്യൂസിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. എന്തെങ്കിലും IUCN സ്റ്റാറ്റസ് അനിമലിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡേ, വാട്ടർ ഡേ, സ്ലോഗൻ. ഓക്കെ, ഇതൊക്കെയാണ് ബയോളജിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ വരാൻ പോകുന്നത്. സാർ ഇതെല്ലാം വരുമോ? വരില്ല മക്കളെ. ഓക്കെ അല്ലേ? 2 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക. ഇതെല്ലാം പഠിക്കണ്ടേ? പഠിക്കണം. അതിനാണ് നേരത്തെ പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കറണ്ട് അഫയർ കാണാൻ പറ്റും. ആ കറണ്ട് അഫയർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 6 മാർക്കാണ് ബയോളജിയിൽ ഉള്ളത്. അതിന്റെ തൊട്ട് താഴെ ഒരു 2 മാർക്ക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ 8 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഷുവർ ഷോർട്ട് ആയിട്ട് അവിടെ ഉണ്ടാവും. ഇതിലെല്ലാം നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം പഠിക്കാൻ പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യുക, ഫാക്ട് ബേസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കാണുന്നതായിരിക്കും അതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, കോൺഫിഡൻസ് വരും. ഓക്കെ, ഇനി ഓക്കെ നോക്കിയതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴേക്ക് പോവുക, നിങ്ങൾക്ക് ഫിസിക്സ് കാണാൻ പറ്റും. ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ട്. കുറച്ചു കാലമായി പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, നമ്മൾ ഗസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തൊട്ട് നമുക്ക് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നതായിരിക്കും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, CPO, WCPO, സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ്, അതിലൊന്നും അത്ര പ്രോബ്ലംസ് നമുക്ക് വരുന്നത് കാണുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനോട് കൂടി പ്രോബ്ലംസ് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ വന്നിട്ടുണ്ട്,
വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്നത് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LDCക്ക് നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ സംഭവം വരുന്നതായിരിക്കും. ഓക്കെ, സോ പ്രോബ്ലംസ് ആർ ഈക്വൽ ടു 2F എന്താ റിലേറ്റഡ് ടു G ഫോഴ്സ്, ഡെൻസിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി, ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു ഫാക്ട് ആയിരിക്കും. ഓക്കെ, ലിവർ, അതായത് ലിവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഉത്തോലകങ്ങളാണ്, നമ്മുടെ ഇവിടെയുള്ള ഉത്തോലകങ്ങളാണ്, അല്ലാതെ എന്തല്ല നമ്മുടെ ബോഡിയിലുള്ള ലിവർ അല്ല. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ പാസ്കൽസോ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. സൗണ്ടിന്റെ ഫ്രീക്വൻസിയും സ്പീഡും അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജിയുടെ താഴെ കാണാവുന്നതാണ്. അതാണ് ഫിസിക്സിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഫിസിക്സിന്റെ സിലബസ്. നമ്മൾ ഇത്രയും നീളമുള്ള സിലബസിനെ കുറച്ചിട്ട് ഒരു 6 ടോപ്പിക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 3 മാർക്കാണ് ചെയ്യാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി പറയുന്നു. ഒന്നെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചിട്ട് പോവാം, 3 മാർക്ക് എന്താണ് ഷുവർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ ടോപ്പിക് മാത്രം പഠിച്ചിട്ട് പോവാം, എന്ത് കിട്ടും, 3 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഇത് മുഴുവൻ പഠിക്കാൻ നിൽക്കണോ? ഓക്കെ, നിൽക്കാം. എപ്പോ PSC 5 പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ. ഓക്കെ, റോളിംഗ് പ്ലാൻ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, നടക്കില്ല മക്കളെ, നടക്കില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇവിടെ PSCയുടെ സിലബസിൽ നോക്കുക, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഓക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. PSCയുടെ സിലബസ് നോക്കുക, ഉപഗ്രഹങ്ങൾ. ഓക്കെ, എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ഒന്നെങ്കിൽ നോബൽ പ്രൈസ് ഫിസിക്സിൽ നിന്ന്, അല്ലെങ്കിൽ ISROയുടെ മിഷൻ 2023 മുതൽ 25 വരെയുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലെങ്കിൽ ന്യൂ സാറ്റലൈറ്റോ സ്പേസ്ഷിപ്പോ, നാസയുടെയോ യൂറോപ്യൻ യൂണിയന്റെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇലോൺ മസ്കിന്റെയോ, അല്ലെങ്കിൽ നമ്മുടെ ജെഫ് ബെസോസിന്റെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ തൊട്ട് താഴെ നമ്മൾ കെമിസ്ട്രി ചെയ്യാൻ വേണ്ടി പോകും. അവിടെ നമുക്ക് അക്കോറേജ് ഉണ്ടാവും, ഒരു ഫാക്ട് ആയിരിക്കും. pH വാല്യൂ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടാവും, ഒരു ഫാക്ട് ആയിരിക്കും. ഗ്യാസ് ലോ ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പീരിയോഡിക് ടേബിൾ ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ മിക്സ്റ്റേഴ്സ് ഉണ്ടാവും, ഒരു ഫാക്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം കാണിച്ചു തരുന്ന പോലെ ഇതാണ് മൊത്തം എന്ത് കെമിസ്ട്രിയുടെ സിലബസ്. 3 മാർക്കാണ്. ആ 3 മാർക്കിന് നമ്മൾ 5 ടോപ്പിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, 3 മാർക്ക് വരേണ്ടത്. ഓക്കെ, എക്സാമിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം, ഇതേപോലെയാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കെമിസ്ട്രി ഉണ്ട്, നോബൽ പ്രൈസ് ഉണ്ട്, അതേപോലെ ന്യൂ എലമെന്റ്സ് എന്നുണ്ട്, പീരിയോഡിക് ടേബിളിലുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് വരാൻ പോണത്, കറണ്ട് അഫയേഴ്സ് വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇപ്പോൾ നിങ്ങൾ 25 ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയി. എത്ര മിനിറ്റായി? 15 മിനിറ്റായി. ഓക്കെ, ഈ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് 25 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞത്? ഓക്കെ, റീസണിങ് എന്ന് പറയുന്ന ഭാഗം കമ്പാരിറ്റീവ്ലി ഈസിയാണ് മാത്സ് പോർഷനെക്കാളും. 5 ക്വസ്റ്റ്യനാണ് അവിടെ നിന്നുള്ളത്. ഓക്കെ അല്ലേ? ഇംഗ്ലീഷിൽ നിങ്ങൾ ഇതുവരെ ഗ്രാമർ ടച്ച് ചെയ്തിട്ടില്ല, നിങ്ങൾ ടച്ച് ചെയ്തിരിക്കുന്ന വൊക്കാബുലറി ആണ്. ഇത്രയും നേരമായി നിങ്ങൾ ചെയ്തതിൽ എന്താ പറയാ, സയൻസ് പാർട്ടിൽ നിന്ന് നിങ്ങൾ ഏകദേശം 15 ക്വസ്റ്റ്യനോളം ചെയ്തിട്ടുണ്ട്. ഈ 15 ക്വസ്റ്റ്യനിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, ഫാക്ട് ആയിരുന്നു. അപ്പോൾ വായിച്ചു നോക്കാൻ എന്തെടുക്കും, ആക്ച്വലി ടൈം കുറവായിട്ടായിരിക്കും എടുക്കുക. ഇതുകൊണ്ടാണ് ഇതിന് നമ്മൾ വിളിക്കുന്നത് കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ്. ഒരു 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്താവും, വളരെ ബൂസ്റ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ സ്റ്റേറ്റ്മെന്റ് പോർഷൻ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, എക്സാം ഫിനിഷ് ചെയ്യാനും അതേപോലെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനും മാർക്ക് കിട്ടുന്നുള്ള എന്ത് വരും, കോൺഫിഡൻസും കയ്യിൽ വരും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നെക്സ്റ്റ് കാര്യം, എങ്ങനെയാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ചില സമയങ്ങളിൽ എക്സാം ഹോളിൽ വാൾ ക്ലോക്ക് ഉണ്ടാവുന്നതായിരിക്കും. അത് നമുക്ക് ഇഷ്യൂ ഇല്ല. ഓക്കെ, കാരണം അത് ലക്കാണ്. കാരണം 3 കാര്യമല്ലേ PSCക്ക് വേണ്ടത്, ലക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കുക, ആക്ച്വലി 30 മിനിറ്റ് ആകുമ്പോൾ ബെല്ലടിക്കും. അപ്പൊ നിങ്ങൾ 2 പ്രാവശ്യം സമയം ചോദിക്കണം. ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആകുമ്പോൾ സാറേ അല്ലെങ്കിൽ മാം 15 മിനിറ്റ് ആയോ എന്ന് ചോദിക്കുക. ഓക്കെ, അത് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, 15 മിനിറ്റ് ആയെന്ന് പറയുന്നതായിരിക്കും. വേറെ ആരും ചോദിക്കില്ല. വേറെ ആരും ചോദിക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ഇങ്ങനെയല്ല എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ആര് ചോദിക്കണം, നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പൊ 15 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദിക്കാൻ വേണ്ടി പോകുന്നു. 30 മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ബെല്ലടിക്കും. അപ്പൊ നമുക്കറിയാം 30 മിനിറ്റ്സ് ആയി എന്നുള്ളത്. 45 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. അപ്പൊ എത്ര പ്രാവശ്യം ചോദിക്കേണ്ടത്, 2 പ്രാവശ്യം. ഓക്കെ, 1 മണിക്കൂറായി എന്ത് ചെയ്യുന്നതായിരിക്കും, ബെല്ലടിക്കുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ആയിട്ട് നമ്മൾ കോൺഫിഡൻസ് സ്പേസ് കഴിഞ്ഞെങ്കിൽ ഓക്കെ 2.25 ആയിട്ടുണ്ട് സമയം. നമ്മൾ ഇൻവിജിലേറ്ററോട് ചോദിച്ചു കഴിഞ്ഞ് 2.15 തൊട്ട് 2:30 ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ബെല്ല് കിട്ടും.
ആ ബെല്ല് കിട്ടുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ആ പോകാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആണ് 13 to 17. എക്കണോമിക്സിലേക്കാണ് പോകുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെയധികം അനാലിസിസ് ഉപയോഗിച്ചും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും ചെയ്യേണ്ട എന്തായിരിക്കും മേഖലയായിരിക്കും. അതുകൊണ്ടാണ് സയൻസ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ ഭാഗത്തിലോട്ട് പോകുന്നത്. 5-year പ്ലാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഗ്രീൻ റവല്യൂഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ന്യൂ എക്കണോമിക് പോളിസി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു റിലാക്സേഷൻ ഉണ്ടാവുക, RBI, ബാങ്ക്, സെബി, ഓക്കെ, അതൊന്നും എന്തായിരിക്കും ഒരു ഫാക്ട് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമുക്ക് എന്തുണ്ടാവുക, ഒരു റിലാക്സേഷൻ ഉണ്ടാവുക. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനോ നീതി ആയോഗോ, മെയിൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നീതി ആയോഗാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിലായിരിക്കും എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ 13, 14, 15, 16, 17 അത്രയും ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യണം. അപ്പൊ എക്കണോമിക്സ് ഡീറ്റെയിൽ ആയി പഠിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗം കുറയ്ക്കുന്നു, ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു വെച്ചത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. ഈ ഭാഗത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ 30 മിനിറ്റിന് 30 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ഫേസ് 30 അല്ലേ, അതിൽ ആദ്യത്തെ ഭാഗമാണ് 2:15 തൊട്ട് 2:30 വരെ. 2:15 തൊട്ട് 2:30 വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്, കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി ആയിരിക്കും. 2:30 മുതൽ 2:45 വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി, കേരള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് IT ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറയുന്ന ഒരു കറണ്ട് അഫെയർ ആയിരിക്കും. എന്തുമായി ബന്ധപ്പെട്ടിട്ട്? എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്നെങ്കിൽ RBI, സെബി, വേൾഡ് ബാങ്ക്, അതർ ബാങ്കിന്റെ ചെയർമാനെ കാണാം, അല്ലെങ്കിൽ നീതി ആയോഗിന്റെ CEO കാണാം, അല്ലെങ്കിൽ നോബൽ പ്രൈസ് കാണാം, അല്ലെങ്കിൽ ബഡ്ജറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാം, അല്ലെങ്കിൽ GST റിലേറ്റഡ് ലേറ്റസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാം, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാം, നീതി ആയോഗിന്റെ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാം. ഹെൽത്ത് ഇൻഡെക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യണം, 2021-22 ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവണം, പുതിയതും നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ നമ്പർ 18 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് നമ്മൾ ഡീറ്റെയിൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ഭാഗമാണ് ഭരണഘടന. കാരണം എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആലോചിച്ച് ചെയ്തിരിക്കുന്ന പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൈൻഡിൽ അയ്യോ സമയം പോയോ, ഓക്കെ, കൂടുതൽ സമയം എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. കാരണം ക്ലോക്ക് ഇല്ലല്ലോ. ഓക്കെ, ആ സംവിധാനം 2:30 ബെല്ലടിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എവിടേക്ക് പോകുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റും ഫാക്റ്റും എന്തായിരിക്കും, മിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ഫാക്ട് ഉണ്ടാവും, ഫംഗ്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ ബോറോയിങ് എന്നോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊരു ഫാക്ട് ഉണ്ടാവും, പഞ്ചായത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ലിസ്റ്റുകൾ എന്നൊരു ഫാക്ട് ഉണ്ടാവും, CIG, AG, ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സാർ കുറെ എഴുതിയിട്ടുണ്ടല്ലോ, കുറെ എഴുതിയിട്ടുള്ള മക്കളെ. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടന സിലബസ് എടുത്ത് നോക്കുക, അതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കുക. അതിനെ വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്ന കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ CIG ആരാ, AG ആരാ, സുപ്രീം കോടതി ജഡ്ജ് ആരാ, ഹൈക്കോടതി ജഡ്ജ് ആരാ, അങ്ങനെയൊക്കെയാണ്. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെൻട്രൽ മിനിസ്റ്റർ ആരാ, നമ്മുടെ കേരളത്തിന്റെ കറണ്ട് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ മണ്ഡലം ഏതൊക്കെയാണ്, അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സിറ്റിസൺഷിപ്പ് ആയിട്ട് 2024 വന്നിട്ട് കുറച്ചായി. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് LDCക്കോ അല്ലെങ്കിൽ എന്തായിരിക്കും ഡിഗ്രിക്കൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആയിട്ട്. ലെറ്റ് സി. ഓക്കെ, അല്ലെങ്കിൽ 106 ഭരണഘടനാ ഭേദഗതി ഇതും വന്നിട്ട് കുറച്ചായി. അസൈൻ സൈസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ 2 or 3 വരട്ടെ. ഓക്കെ അല്ലെ? നമ്മൾ പഠിച്ച തന്നെ വരട്ടെ. ഓക്കെ, എക്സാം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജോഗ്രഫിയിലേക്കാണ്. ഓക്കെ, ജോഗ്രഫിയിൽ നമുക്ക് 3 ജോഗ്രഫി ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി, അതായത് ജോഗ്രഫിയുടെ തിയറി പാർട്ടാണ്. അതിൽ നിന്ന് 2 മാർക്കാണ് ഉണ്ടാവുക. ഇതാണ് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി. അതിൽ നമുക്ക് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറ ഇതൊക്കെയാണ് പഠിക്കാൻ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. മൊത്തം ജോഗ്രഫി 5 ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഒന്നെങ്കിൽ സ്ട്രക്ചർ ഓഫ് എർത്ത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, വിൻഡ് അല്ലെങ്കിൽ ക്ലൈമറ്റ്, ഓഷ്യൻ കറന്റ്, റോക്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഈ 2 ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? ഈ 2 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. ഇതാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ്. ആ സിലബസിൽ നിന്ന് ഒരു വാട്ടർ വേസിന്റെ 5 വാട്ടർ വേ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5 എണ്ണം. ഊർജ്ജ സ്രോതസ്സിൽ പ്രധാനമായി പഠിക്കേണ്ടത് കൽക്കരിയാണ്. ഓക്കെ, ഹിമാലയം, ഉത്തരപർവ്വത മഹാസമതലം, പ്ലാറ്റു അതാണ് സ്റ്റേറ്റ്മെന്റായി പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം, നെല്ല് എവിടെയാണ് കൾട്ടിവേറ്റ് ആവുന്നത്, നെല്ലിന് കൾട്ടിവേറ്റ് ആവാനുള്ള ടെമ്പറേച്ചർ ഏതാണ്, അങ്ങനെയുള്ള സംഭവം. അല്ലെങ്കിൽ മിനറൽസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത്.
ഒരുപാട് കാര്യം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കേരള ജോഗ്രഫിക്കാണ് പോകുന്നത്. 1 മാർക്ക് കേരള ജോഗ്രഫിന്ന് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിവേഴ്സ് ലേക്സ് ആയിരിക്കും. അതായത് ഒരു പ്രധാനപ്പെട്ട കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ലേക്സ് ഉണ്ട്, റംസാർ സൈറ്റ് ആയിട്ടുള്ളത്, അത് ഏതെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു 6-7 നാഷണൽ പാർക്ക് ഉണ്ട്, ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇത് ഫാക്ട് ഭാഗമായിരിക്കും, ഫാക്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും അഗ്രികൾച്ചർ വെറൈറ്റി നെയിം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെന്റേഴ്സ്, അതായത് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്. ഓക്കെ, അപ്പൊ കേരള ജോഗ്രഫിനെ വളരെ കുറച്ചതിന് ശേഷം സിലബസ് വെച്ചിട്ടില്ല. ഓക്കെ അല്ല, കേരള ജോഗ്രഫിനെ വളരെ കുറച്ചതിന് ശേഷം നമ്മളത് ഫാക്ട് ആണെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫാക്ട് ബേസിൽ നോക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴെ ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾക്ക് ജോഗ്രഫി എന്നുള്ള ഒരു കറണ്ട് അഫയേഴ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നെങ്കിൽ കൊച്ചി മെട്രോ, റെയിൽവേ, വാട്ടർവേ, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട്, കേരളവുമായി ബന്ധപ്പെട്ടിട്ട് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻ, PM ഗതിശക്തി പ്രോഗ്രാം ഇപ്പൊ CPOക്ക് വന്നതുകൊണ്ട് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നാഷണൽ ജിയോ സ്പേഷ്യൽ പോളിസി ഇപ്പൊ വന്നതേ ഉള്ളൂ, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിനാബ് റെയിൽ ബിൽഡും അഞ്ചിഗഡ് ബ്രിഡ്ജും പാമ്പൻ ബ്രിഡ്ജും. പാമ്പൻ ബ്രിഡ്ജ് ചോദിച്ചിട്ട് 2-3 എക്സാം ആയി. ചെനാബ് ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിളും ചോദിച്ചിട്ടേ ഉള്ളൂ. അഞ്ചിഗഡ് ചോദിച്ചിട്ടില്ല. മേ ബി അഞ്ചിഗഡ് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചിനാബ് ചോദിക്കാം. അല്ലെങ്കിൽ ടോപ്പ് അഗ്രികൾച്ചർ ആൻഡ് മിനറൽസ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? ഇതില് ഈ ടോപ്പ് അഗ്രികൾച്ചർ ആൻഡ് മിനറൽ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് കുറച്ചായിട്ട് വരുന്നില്ല. അപ്പൊ ഇപ്പൊ ഏറ്റവും ഹോട്ടായി നിൽക്കുന്നത് PM ഗതിശക്തി പ്രോഗ്രാമും നാഷണൽ ജിയോ സ്പെഷ്യൽ പോളിസിയും ചിനാബ് റെയിൽ ബ്രിഡ്ജും ആണ്. ഇതും തന്നെ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും. ഓക്കെ അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ വരുന്നത് എന്ത് ചെയ്യാം, അറിയാം, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താ പറയാ, 2:15 മുതൽ 2:30 ആയി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്തു, ബെല്ലടിച്ചു. ഓക്കെ അല്ലേ? ആ ബെല്ലടിച്ച സമയത്ത് നിങ്ങൾ 2:30 മുതൽ 2:45 വരെ പോയി എങ്ങോട്ട്, ഹിസ്റ്ററിയിലോട്ട്. ഹിസ്റ്ററിയിലോട്ട് നിങ്ങൾ പോയപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടത് കേരള ഹിസ്റ്ററി ആണ്. ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ പോർച്ചുഗീസ് ഡച്ചുകാരാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ബ്രിട്ടീഷുകാരാണെങ്കിൽ ഫസ്റ്റ് റെയിൽവേ ആയിരിക്കും. മൊത്തം തിരുവിതാംകൂറിലെ നമ്മൾ 3-4 റൂളേഴ്സ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ ഫീമെയിൽ റൂളേഴ്സ്, അല്ലെങ്കിൽ സ്വാതിരുന്നാൾ, അതൊരു ഫാക്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹം ഒരു ഫാക്ട് ആയിരിക്കും. അല്ലെങ്കിൽ കേരള ആഫ്റ്റർ 1956 ഒരു ഫാക്ട് ആയിരിക്കും. ഓക്കെ, ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 6 പേരിലാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമി ആണെങ്കിൽ അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ബുക്സിലാണ്. അയ്യങ്കാളി ആണെങ്കിൽ റിവോർട്സിലാണ്. പണ്ഡിറ്റ് കറുപ്പനാണെങ്കിൽ സഭയിലാണ്. VT ഭട്ടതിരിപ്പാടും വാക്പടാനന്ദനും ആണെങ്കിൽ എന്താണ് ആക്ച്വലി അവരെ സംബന്ധിച്ച എന്താണ് എല്ലാ കാര്യങ്ങളിലും ഫാക്ട് ബേസ്. ഇവരാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോവുകയാണെങ്കിൽ 1 to 5 2 മാർക്ക് എവിടെ ഉണ്ടാവും, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് 1857 റിവോൾട്ട് ഫാക്ട് അല്ലെങ്കിൽ മാത്സ് ഫാക്ട് കാണാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് പോലീസിന്റെ എല്ലാ എക്സാംസിലും 1857 റിവോൾട്ട് വന്നതുകൊണ്ട് ഓക്കെ, 1857 റിവോൾട്ട് വീണ്ടും ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ പഠിച്ചാണ്, പക്ഷെ വീണ്ടും ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എക്സാം ചോദിക്കാനുള്ള സാധ്യത മഹാത്മാഗാന്ധിജിയും ഫ്രീഡം സ്ട്രഗിളും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ന്യൂസ് പേപ്പേഴ്സ് ഓർഗനൈസേഷൻ എന്തായിരിക്കും, ഒരു ഫാക്ട് ആയിരിക്കും. സ്റ്റേറ്റ് റിയോഷൻ ചോദിച്ചിട്ട് കുറച്ചായി, സ്റ്റേറ്റ് റിയോഷൻ എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. ഇത്ര നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പോയി 1 മാർക്ക്. ഒന്നെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് റഷ്യൻ റവല്യൂഷൻ എന്താണ് സ്റ്റേറ്റ്മെന്റ്. 4 കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഈ 4 കാര്യത്തിൽ നമ്മൾ ചരിത്രത്തിലൂടെ ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ എഴുതുക 2 മാർക്ക് കേരള ഹിസ്റ്ററി, 2 മാർക്ക് എന്താണ് വേൾഡ് ഹിസ്റ്ററി, 1 മാർക്ക് 2 മാർക്ക് എന്താണ് ആക്ച്വലി ഇന്ത്യൻ ഹിസ്റ്ററി, 1 മാർക്ക് എന്താണ് വേൾഡ് ഹിസ്റ്ററി. ഇങ്ങനെയാണ് എഴുതാറുള്ളത്. പക്ഷേ ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് കേരള ഹിസ്റ്ററി, 2 മാർക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, 2 മാർക്ക് വേൾഡ് ഹിസ്റ്ററി. ഇങ്ങനെയായിരിക്കും വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയാണ് അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതിരുന്നാൾ പാട്ടുപാടി, ഓക്കെ, പിന്നെന്താണ് കേരളത്തിന്റെ പത്രങ്ങൾ, അതൊക്കെ നമുക്ക് ആർട്ട് ലിറ്ററേച്ചറിലുള്ളതാ, സിലബസ് അവിടെ ഉള്ളതാ. ഹിസ്റ്ററിയിൽ അവർ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളൊന്നും 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് താഴെ പറഞ്ഞ കറണ്ട് അഫെയറിൽ ഏതെങ്കിലും ഒരു കറണ്ട് അഫെയർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ആര്യ സമാജത്തിന് 150 വർഷം, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് എന്താണ് 100 വർഷം. ഓക്കെ,
വൈക്കം സത്യാഗ്രഹം 100 വർഷം കഴിഞ്ഞിട്ട് കുറെ കാലമായി. പക്ഷെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ഏതാ 150 വർഷമാണ് ആര്യ സമാജത്തിന്റെ. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ചോദിച്ചിട്ടുള്ളതാണ്. ലാംഗ്വേജ് ഇഷ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മിസൈൽ അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെന്റ് 2024-25 ഫോറിൻ പോളിസി റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, പാലസ്തീൻ, USA, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ. ഓക്കെ, ഇതിലിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ ആണ് ഇപ്പൊ കറന്റ് ചോദിക്കുന്നത്. റഷ്യ, ഉക്രൈൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഓക്കെ, ഈ എക്സാം പേപ്പർ ഉണ്ടാക്കുന്നതിന് ശേഷമാണ് ബ്രിട്ടനുമായിട്ട് വീണ്ടും വലിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. USA-യുമായിട്ട് എന്ത് ചെയ്തു, ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനെ കുറിച്ച് നെഗോഷിയേഷൻ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് രണ്ട് നമുക്ക് LDCക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡിഗ്രിക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലത്തേക്ക് ഇതിൽ ഇവിടേക്ക് എന്ത് ചെയ്യുന്നില്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു തോന്നുന്നില്ല. ഓക്കെ, UN ഇൻഡെക്സസ്, ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അങ്ങനെയുള്ള ഇൻഡെക്സസ്, അതിന് എന്തെങ്കിലും സ്ലോഗൻസ് ഉണ്ടെങ്കിൽ, ബൈലാറ്ററൽ ഡിഫൻസ് എക്സസൈസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മറ്റു രാജ്യങ്ങളുമായി ചേർന്നിട്ട് ഡിഫൻസ് എക്സസൈസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 4-മത്തെയാണ്. ഓക്കെ അല്ലെ, ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആയിരിക്കും അവിടെ സാധാരണഗതിയിൽ കാണാൻ സാധ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UN ഇൻഡെക്സ്. ബാക്കിയുള്ള നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മൂന്നായിരിക്കും, മൂന്നിലേതെങ്കിലും ക്വസ്റ്റൻ ആയിരിക്കും എന്ത് ചെയ്യുക, വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലെ. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഭാഗമാണ് കേരള അഡ്മിനിസ്ട്രേഷൻ. 5 മാർക്കാണ്. സ്റ്റേറ്റ് സിവിൽ സർവീസിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. കേരള ഗവൺമെന്റ് സോഷ്യൽ പ്രോഗ്രാം, ഇത് അവിടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫാക്ട് ആയിട്ട് കാണാൻ പറ്റും. ഒന്നെങ്കിൽ കേരള PSC, അല്ലെങ്കിൽ എന്താ പറയുക AG, അല്ലെങ്കിൽ ഹൈക്കോർട്ട് എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ലെവലിലായിരിക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോ ലാൻഡ് ഇൻഫർമേഷനോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, MGNRA GA ആണെങ്കിൽ നമുക്ക് എന്തോ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ വരും അതുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, MGNRA സ്റ്റേറ്റ്മെന്റ് ആണ്, എഴുതാൻ വിട്ടുപോയതാണ്. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ, അതായത് ഇപ്പോഴത്തെ എത്രയാണ് പൈസ, കേരളത്തിൽ എത്രയാണ് പൈസ, അങ്ങനെയുള്ളത്. ഓക്കെ, വെറ്റ്ലാൻഡ് ആക്ടും റംസാർ സൈറ്റും എന്തോ വരും, ഒരു ഫാക്ട് വരും. സാർ ഇത് കുറച്ചിട്ടുണ്ട് മക്കളെ, ഇവിടെ എന്ത് ചെയ്യുക, നോക്കുക. ഞാൻ ഒരുപാട് ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ കേരള PSCയുടെ ചെയർമാൻ, ഓക്കെ, അല്ലെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും അപ്പോയിന്റ് ഉണ്ടെങ്കിൽ അവരുടെ പേര്, പിന്നെ സൈക്ലോൺ എന്തെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ലാൻഡ്സ്കേപ്പ് എവിടെയെങ്കിലും ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലെ. റംസാർ സൈറ്റിൽ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് 2023-25 വെറ്റ്ലാൻഡിന്റെ തീം എന്തായിരുന്നു, 2023, 24, 25. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്ന ഭാഗത്തിന്റെ പേരാണ് IT. IT-യിൽ നെറ്റ്വർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒരു IT ആയിട്ടോ സൈബർ ക്രൈം ഫാക്ട് ആയിരിക്കും. സ്ഥിരമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരാനുള്ള സാധ്യത ഉണ്ടാവുക. മെമ്മറി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഫാക്ട് ആയിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, അതൊന്നും ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 3 പ്ലസ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ എന്താ, കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഏതെങ്കിലും സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ CEO, അല്ലെങ്കിൽ IT ഫേംസിന്റെ പുതിയ ഹെഡ് ആരാണ്. ഓക്കെ, ന്യൂ ഡെവലപ്മെന്റ് IT 2024-25, അതിൽ AI ഉണ്ട്, ഡീപ് ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, വേറെയും കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് AI-യിലും ഡീപ് ഫേക്കിലും ഡീപ് സീക്കിലും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ അവിടെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് IT-യുടെ സിലബസ് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 45 മിനിറ്റിൽ ഓക്കെ, ആദ്യത്തെ 15 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞു. ഈ ഇപ്പൊ 2:45 ആയി. 2:45 ആകുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന എവിടെയാണ്, IT-യിലാണ്, ഫാക്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലെ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എവിടെയൊക്കെ ഞാൻ സമയം ചോദിക്കാൻ പറയുന്നുണ്ടോ, എവിടെയൊക്കെ എന്താണ് ആക്ച്വലി ബെല്ലടിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ടുപോയി നിർത്തുന്ന എവിടെയാണ്, ഫാക്ടിലാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതേ രീതിയിൽ ഫോളോ ചെയ്യുക. ടൈം മാനേജ്മെന്റ് എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇനി നമ്മൾ റിമൈനിങ് പോർഷൻസ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 5 മാർക്ക് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആക്സ് 5 മാർക്ക് ഉണ്ട്. മാത്സ് നമ്മൾ ചെയ്തിട്ടില്ല 5 മാർക്ക് ഉണ്ട്. ഇംഗ്ലീഷ് നമ്മൾ ചെയ്തിട്ടില്ല 5 മാർക്ക് ഉണ്ട്. മലയാളം നമ്മൾ ചെയ്തിട്ടില്ല 10 മാർക്ക് ഉണ്ട്. ഓക്കെ, 5 5 10, 10 10 20, 20 10 30. ഇനി നമ്മുടെ കയ്യിൽ 45 മിനിറ്റ് ഉണ്ട്. 30 ക്വസ്റ്റ്യനും കറണ്ട് അഫയറും മാത്രം എന്തുള്ളൂ, പെൻഡിങ് ഉള്ളൂ. ഓക്കെ, നിങ്ങൾ തന്നെ പറ, ഒരുപാട് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടില്ലേ? നമ്മൾ പഠിച്ച ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്താ പറയുക, കോൺഫിഡൻസ് ഫീൽ ചെയ്യില്ലേ? ഇങ്ങനെയാണ് 90 മാർക്സ് എന്ത് ചെയ്യുക, വാങ്ങുക. ഓക്കെ, ഇനി മാത്സിലേക്ക് പോവുക. സിംപ്ലിഫിക്കേഷൻ ചെയ്യുക, മെൻസുറേഷൻ ചെയ്യുക, ഇൻട്രസ്റ്റോ റേഷ്യോ പ്രൊപ്പോർഷനോ ചെയ്യുക. ഓക്കെ, ടൈം ആൻഡ് വർക്കോ ടൈം ആൻഡ് ഡിസ്റ്റൻസോ ചെയ്യുക, ഏജോ എന്ത് ചെയ്യുക, ആവറേജോ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈൻഡ് എന്തായിരിക്കും, സ്ട്രെസ് ആയിരിക്കും, കാരണം മാത്സ് ഇപ്പോൾ ചെയ്തതല്ലേ. അപ്പൊ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിലേക്ക് പോവുക.
ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മോഹിനിയാട്ടം, കഥകളി, തെയ്യം, മുടിയേറ്റ്, കേരള നടനം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് കാണാവുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കേരളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫാക്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഹിസ്റ്റോറിക്കൽ ബുക്സ് കേരളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണാവുന്നതായിരിക്കും. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ് ഇവിടെ കാണാവുന്നതായിരിക്കും. കേരള ടൂറിസമോ ടെമ്പിളമോ ഹിസ്റ്റോറിക്കൽ പോർട്ടുമായോ ബന്ധപ്പെട്ട, പോർട്ടല്ല സ്പോർട്ടുമായോ ബന്ധപ്പെട്ട ഒരു ഫാക്ട് ഇവിടെ എന്ത് ചെയ്യുന്നതായിരിക്കും, കാണുന്നതായിരിക്കും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് പോവുക. നോബൽ പ്രൈസ് ഇവിടെ ഉണ്ടാവും, കേരള അവാർഡ്സ് ഉണ്ടാവും, പത്മ അവാർഡ്സ് ഉണ്ടാവും, ലിറ്റററി അവാർഡ്സ് ഉണ്ടാവും, അതായത് എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, അങ്ങനെയുള്ള അവാർഡ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ഉണ്ടാവും, ഓസ്കാർ ഉണ്ടാവും, ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാവും, മലയാളം മൂവി ഉണ്ടാവും. ഓക്കെ അല്ലേ? അതായത് ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മലയാളം മൂവി പോയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. ഓക്കെ, 2024-25 കാനിൽ ആർക്കാണ് കിട്ടിയത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അങ്ങനെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കണ്ടതിന് ശേഷം, ഇതില്ല, അങ്ങനെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെല്ലാം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ പറയാ, അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, 15 മിനിറ്റിന് ബെല്ലടിച്ചു. ഓക്കെ, ഇപ്പൊ എത്ര മണിയായി? 1 മണിയായി. ഓക്കെ അല്ലേ? അതായത് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? അരമണിക്കൂർ ബാക്കിയുണ്ട്. 30 മിനിറ്റ്സിൽ നേരെ പോവാ ഇംഗ്ലീഷിലേക്ക്. ആക്റ്റീവ് പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്യുക, ആർട്ടിക്കിളോ ജെറണ്ടോ ചെയ്യുക, സെന്റൻസ് കറക്ഷൻ ചെയ്യുക, വെർബ് ടെൻസ് മെയിൻലി എന്തായിരിക്കും, ഈ ക്ലോസ് ആണ് വരാൻ പോകുന്നത്. ഇഫ് ഐ ഹാഡ് റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതെന്ത് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആക്സിലേക്ക് പോവുക, ഇമ്പോർട്ടന്റ് ആക്ടിലോട്ട് പോവുക. ഇമ്പോർട്ടന്റ് ആക്ടിൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആലോചിച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, കുറച്ചുകൂടി ഈസി ആകാൻ പോകുന്ന ഇൻഫർമേഷൻ ആക്ട് ആയിരിക്കും. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് റിപ്പീറ്റേഷൻ പോസിബിലിറ്റി ഉള്ളതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാവും, പോക്സോ ആക്ട് ഉണ്ടാവും, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ടാവും. നമ്മളൊരു 4 കമ്മീഷൻ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, മനുഷ്യാവകാശ കമ്മീഷൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, വുമൺ കമ്മീഷൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, SC/ST കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, സാർ അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ കമ്മീഷനും ഇവിടെ ആയതുകൊണ്ട് കൂടെ എന്ത് ചെയ്തു, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ എഴുതി. ഒന്നുകിൽ ഇത് ഇവിടെ കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കേരള അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് കാണാം. ഓക്കെ, എവിടെയായാലും കണ്ടോട്ടെ, ഈ 5 കമ്മീഷനിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ താഴെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. കറണ്ട് അഫയേഴ്സിന്റെ പേരാണ് എന്താണ്, ആക്ച്വലി ഇൻഫർമേഷൻ കമ്മീഷന്റെ ആരാ, ഹെഡ് ആരാ, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ BNSസും ബന്ധപ്പെട്ടുള്ള എന്തായിരിക്കും, ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്ത് സാർ സെക്ഷൻ ആണോ? അല്ല, എന്തുകൊണ്ടാണ് BNS ഉണ്ടാക്കിയത്, BNS എപ്പോഴാണ് വന്നത്, അങ്ങനെയുള്ള ബേസിക് ആയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡൺ. ഇനി നമ്മൾ എങ്ങോട്ട് പോകാൻ പോകുന്ന, ആക്ച്വലി മലയാളത്തിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, മലയാളം എന്തായി, 90 to 100 ആണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, പര്യായം, ഏകവചനം, ബഹുവചനം, പൂജകവചനം, ലിംഗം, ട്രാൻസ്ലേഷൻ, ശൈലി, പഴഞ്ചൊല്ല്, സെന്റൻസ് കറക്ഷൻ, സമാന പദം അല്ലെങ്കിൽ വിപരീത പദം, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവിടെ കാണും. എല്ലാം വൊക്കാബുലറി ആയിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അറിയും അല്ലെങ്കിൽ അറിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇങ്ങനെ 15 മിനിറ്റ് ആയിരിക്കുമ്പോൾ സമയം 3:20 ആയിട്ടുണ്ടാവും. ഇപ്പൊ 10 മിനിറ്റിന്റെ ബെല്ലടിക്കും. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്തു, കടന്നു പോയി കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ജസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് അറിയാം, 1 സ്റ്റേറ്റ്മെന്റ് ഡൗട്ട്, പിന്നെ ഒന്നും നോക്കിയില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അതിനുവേണ്ടി 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ 3:20 കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 25-ന് 5 മിനിറ്റുള്ളപ്പോഴും ബെല്ലടിക്കും. ഓക്കെ, ഈ സമയത്ത് നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഫുൾ ടു ഫുൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഫോർ എവറി വൺ. ഓക്കെ, സോ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിവ്യൂ നമ്മൾ എന്ത് ചെയ്യും, ചാനൽ ഇടുന്നതായിരിക്കും. നോക്കുക, നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി വരാൻ വേണ്ടി പോകുന്നത് എക്സാമിന് മുമ്പല്ല, എക്സാമിന് ശേഷമല്ല, എക്സാമിന്റെ കുറച്ച് ദിവസം മുമ്പല്ല, എക്സാം തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യില്ല, മൊത്തമായിട്ട് സിലബസ് പഠിക്കില്ല. നമ്മൾ സിലബസിൽ സെലക്ട് ചെയ്ത ടോപ്പിക്കിൽ തന്നെ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്, കുറച്ച് പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് അറിയാം. കുറച്ച് പഠിക്കേണ്ട ടോപ്പിക് ആണെങ്കിൽ അത് ഫാക്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്.
ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് @Kiran Study Circle എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഈ PDF ഒക്കെ എന്ത് ചെയ്യും കിട്ടുന്നതായിരിക്കും, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ് ഫോർ സെയിൽസ് എക്സാം നെക്സ്റ്റ് ടൈം. ഇനി അടുത്ത ഡൗട്ട് വരാൻ പോകുന്നത്, സാർ 9-ാം തീയതിക്ക് എന്താ സെപ്പറേറ്റ് സ്ട്രാറ്റജി ഒന്നുമില്ല, ഇതിൽ വന്നത് ഇന്നതാണെങ്കിൽ ഇനി എന്തൊക്കെ വരാം എന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? സ്ട്രാറ്റജിയിലെ മാറ്റമൊന്നും വരത്തില്ല. എല്ലാ സെക്ഷനും വെവ്വേറെ സ്ട്രാറ്റജി ഒന്നുമില്ല, ഒറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ. ഓക്കെ, ഒരേ സ്ട്രാറ്റജിയേ ഉള്ളൂ. അല്ലാതെ വെവ്വേറെ സ്ട്രാറ്റജി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നില്ല. സിമ്പിൾ ആണ്. ഓക്കെ, PS എക്സാം സിമ്പിൾ അല്ലേ? അതെ, നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.